ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാനി മലയാളത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വന്നിട്ടുള്ള കൂടുതൽ കമന്റുകളിലും ആവശ്യപ്പെട്ടിരിക്കുന്നത് ദർശന രാജേന്ദ്രനും റോഷൻ മാത്യൂസും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള പാരഡൈസ് എന്ന ചിത്രത്തിൽ വന്നിട്ടുള്ള രാമായണ കണക്ഷൻസുകളെ കുറിച്ച്, റെഫറൻസുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നതും അത്തരം കണക്ഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് സിനിമയുടെ മെയിൻ കഥയും രാമായണവുമായി എങ്ങനെയാണ് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും രാമായണത്തിലെ ഏത് കഥാപാത്രവുമായിട്ടാണ് കണക്ട് ചെയ്ത് വരുന്നതെന്ന് മനസ്സിലാക്കാം. സോ സിനിമയുടെ മെയിൻ തീമിലേക്ക് വരുമ്പോൾ, രണ്ട് ദമ്പതികൾ അവരുടെ 5ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ശ്രീലങ്കയിലേക്ക് വരികയും ആ സമയം ശ്രീലങ്കയിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസത്തെ രാത്രിയിൽ തന്നെ ഇവരുടെ പലതരം സാധനങ്ങൾ, മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീലങ്കയിലുള്ള കുറച്ച് മോഷ്ടാക്കൾ തട്ടിക്കൊണ്ടു പോവുകയും ഇതിനുശേഷം വരുന്ന ചില കാര്യങ്ങൾ കൂടിയാകുമ്പോൾ ഈ രണ്ട് ദമ്പതികൾക്കിടയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവുകയും അവർ തമ്മിൽ മാനസികമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അവസാനം ആ നാട്ടിലുള്ള ആളുകൾ ഇവരെ ആക്രമിക്കാനായി വരികയും ദമ്പതികളിൽ ഭർത്താവ് അവരെ തിരിച്ചാക്രമിക്കുകയും മറ്റു വഴികളില്ലാതെ ഭാര്യ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുകയുമാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഇന്ത്യയിൽ നിന്നും വന്നിട്ടുള്ള രണ്ടാൾക്കാരും ശ്രീലങ്കയിലുള്ള കുറെ ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ രാമായണത്തിലേക്ക് വരുന്ന സമയത്തും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ശ്രീരാമനും സീതയും ഹനുമാനുമെല്ലാം ലങ്കയിൽ നിന്നുള്ള രാവണനുമായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. സോ ആ ഒരു കാര്യമാണ് ഇങ്ങനെ ഈ രണ്ട് കഥാപാത്രങ്ങളെയും ലങ്കയിലുള്ള ആൾക്കാരെയും വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ക്ലൈമാക്സ് വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ രാമായണത്തിലുള്ളതുപോലെ രാവണനെ കൊന്നുകൊണ്ട് സീതയും രാമനും ഒന്നിക്കുന്നത് പോലെയല്ല കാണിച്ചിരിക്കുന്നത്. പകരം സീത രാമനെ കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിനുള്ള കാരണം ദർശന രാജേന്ദ്രന്റെ അമൃത എന്ന കഥാപാത്രം തന്നെ ചിത്രത്തിന് ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട്. ഏകദേശം 10-300ഓളം രാമായണങ്ങളുടെ പല വേർഷനുകൾ ഉണ്ടെന്നതും അതെല്ലാം തന്നെ അത് എഴുതുന്ന ആൾക്കാർ അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ, അവർക്ക് ഏത് രീതിയിൽ എഴുതിയാലാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത് ആ രീതിയിൽ എഴുതിയെന്നാണ്. സോ ഇതുപോലെ തന്നെയാണ് സിനിമയുടെ അവസാനം ആ അമൃത എന്ന കഥാപാത്രത്തിന് അവിടെയുള്ള ആൾക്കാരെക്കാട്ടിലും ശ്രീലങ്കയിലുള്ള അല്ലെങ്കിൽ ലങ്കയിലുള്ള തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരെക്കാട്ടിലും തന്റെ ഭർത്താവായിട്ടുള്ള രാമനെ കൊല്ലുന്നതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് അവനെ വെടിവെച്ച് കൊല്ലുന്നത്. ഇനി ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചും കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ, ഈ കേശവ എന്ന കഥാപാത്രം ശ്രീരാമനാണെന്ന് നമുക്കറിയാം. അത് അദ്ദേഹത്തിന്റെ ആ പേരിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേശവ എന്നത് വിഷ്ണുവിന്റെ ഒരു പേരായിട്ടാണ് പറയുന്നത്. ശ്രീരാമൻ എന്നത് വിഷ്ണുവിന്റെ ഒരു അവതാരമാണെന്ന് നമുക്കറിയാം. ഇനി അമൃത എന്ന പേരിലേക്ക് വരികയാണെങ്കിൽ, അമൃത എന്ന പേരിന്റെ അർത്ഥം സീത എന്നല്ല, പകരം അമൃത എന്ന പേരിന്റെ അർത്ഥം മഹാലക്ഷ്മി എന്നാണ്. സോ ഈ ലക്ഷ്മി ദേവിയുടെ മറ്റൊരു അവതാരമാണ് മഹാകാളി. ഈ മഹാകാളി എങ്ങനെയാണ് അമൃതയാകുന്നത്, അതുകൊണ്ട് തന്നെ അമൃത എങ്ങനെയാണ് സീതയാകുന്നതെന്ന് നോക്കാം. അതെങ്ങനെയെന്ന് നോക്കിയാൽ, ഈ ചിത്രത്തിൽ തന്നെ അമൃത എന്ന കഥാപാത്രം ആൻഡ്രൂസിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. 10-300 വേർഷനുകളുള്ള രാമായണത്തിൽ ഒരെണ്ണത്തിൽ സീതയാണ് രാവണനെ കൊന്നതെന്ന്. അതായത് ആ രാമായണത്തിലും രാമൻ തന്നെയാണ് രാവണനെ കൊല്ലുന്നത്. എന്നാൽ അതിനുശേഷം രാവണന് മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നുവെന്നും അയാളുടെ പേര് സഹസ്ര രാവണനാണെന്നും ഈ രാവണന് 1000 തലകളും 2000 കൈകൾ ഉണ്ടായിരുന്നുവെന്നും രാവണനെക്കാട്ടിലും അതിശക്തനാണ് സഹസ്ര രാവണനെന്നും അറിഞ്ഞുകൊണ്ട് രാമൻ സഹസ്ര രാവണനെ കൊല്ലാനായി പോവുകയും ബ്രഹ്മാസ്ത്രം രാവണനെതിരെ എയ്യുകയും എന്നാൽ സഹസ്ര രാവണൻ അതെല്ലാം നിസാരമായി തടഞ്ഞുകൊണ്ട് രാമനെ വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന സീത മഹാകാളിയായി മാറുകയും ഞൊടിയിട കൊണ്ട് സഹസ്ര രാവണനെയും അയാളുടെ പടകളെയും മുഴുവൻ കൊന്നുവെന്നുമാണ് പറയുന്നത്. സോ സിനിമയിലേക്ക് വരുമ്പോഴും അമൃത എന്ന ആ പാവമായിട്ടുള്ള കഥാപാത്രമാണ് തന്നെക്കാട്ടിലും കുറച്ചെല്ലാം വയലൻസ് എല്ലാം ഉണ്ടായിരുന്ന ശക്തനായിട്ടുള്ള തന്റെ ഭർത്താവിനെ കൊല്ലുന്നതായി കാണിക്കുന്നത്. സോ ഈ രീതിയിൽ തന്നെ കേശവനെ രാമനായിട്ടും അമൃതയെ മഹാലക്ഷ്മി അല്ലെങ്കിൽ മഹാകാളിയായിട്ടുള്ള സീതയായിട്ടും കാണിക്കുന്നു. ഇനി ഇതല്ല നോക്കിയാൽ, ഇവർ രണ്ടുപേരും ലങ്കയിലേക്ക് വെക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ഇത് രാമായണത്തിലെ ഇവരുടെ വനവാസത്തിന്റെ ഒരു റെഫറൻസ് ആണ്. കൂടാതെ രാമായണത്തിൽ രാവണനിൽ നിന്നും സീതയെ മോചിപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം രാമന് സീതയിൽ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെയാണ് ആ കുക്ക് പാട്ട് പാടുന്ന സമയത്ത് കേശവ് ഭാര്യയെ സംശയിക്കുന്നത് പോലെ ഭാര്യയെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ പാട്ടുകൾ പാടുന്നത് എന്നെല്ലാം പറയുന്നത്. കൂടാതെ ഇവർക്കിടയിൽ വരുന്ന ആ മാനസികമായിട്ടുള്ള പല പൊരുത്തക്കേടുകളും രാമനും സീതയുമായിട്ടുള്ള ആ അകൽച്ചയും എല്ലാമാണ് സൂചിപ്പിക്കുന്നത്.
കൂടാതെ രാമായണ കഥയിൽ രാമനും സീതയ്ക്കും കുട്ടികൾ ഉണ്ടാകുന്നത് ഇവർ വേർപിരിഞ്ഞതിനു ശേഷമാണ്. സീത ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് രാമന്റെ കുട്ടികൾ സീതയ്ക്ക് ജനിക്കുന്നത്. ഇതുപോലെ തന്നെ സിനിമയിലേക്ക് വരുമ്പോഴും കേശവും അമൃതയുമായിട്ട് വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുവരെ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയും ഇനി കുട്ടികളാകാം എന്നുള്ള ചിന്തയിൽ അന്ന് രാത്രി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണിക്കുകയും എന്നാൽ ഇതിനുശേഷം ഉടൻ തന്നെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേശവ് മരണപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ സീത വേർപിരിഞ്ഞ് ഒറ്റയ്ക്ക് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അമൃതയും കേശവിന്റെ മരണത്തിന് ശേഷം ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് അന്നത്തെ സെക്സിന്റെ ഫലമായി അമൃതയ്ക്ക് ഒരുപക്ഷെ കുട്ടികൾ ഉണ്ടാകാനായി പോകുന്നത്. സോ ഈ റോഷൻ മാത്യൂസിന്റെ കേശവ് എന്ന കഥാപാത്രം ശ്രീരാമനായിട്ടാണ് വരുന്നതെങ്കിലും ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡുകൾ അയാൾക്കിതിൽ ഉള്ളതായി കാണിക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരാളെയും ശ്രീരാമനായി ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാരാണെന്ന് വഴിയെ പറയാം. അതിനു മുന്നേ നമുക്ക് ഹനുമാനിലേക്ക് കടക്കാം. ഈ ഹനുമാനായിട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ പോലീസ് കഥാപാത്രത്തെയാണ്. അതായത് ഇയാൾ ഒരു സീനിൽ കേശവനോട് പറയുന്നുണ്ട്, ഞാനൊരു നായയാണ്, യജമാനോട് വിശ്വസ്തതയുള്ള നായയാണ്, അങ്ങാണ് എന്റെ യജമാനൻ, അങ്ങയെ എല്ലാ വിധത്തിലും ഞാൻ പ്രൊട്ടക്ട് ചെയ്യുമെന്നെല്ലാം. ഇത് രാമന്റെ ഒരു വലിയ ദാസനായിട്ട് ഹനുമാൻ വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഹനുമാൻ ശ്രീരാമനെയും സീതയുമെല്ലാം ഏത് വിധേനയും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരെ രണ്ടുപേരെ രക്ഷിക്കാനായി ഈ കഥാപാത്രം തന്നെ അതിന്റെ ചുമതല ഏറ്റെടുക്കുന്നതായി കാണിക്കുന്നത്. കൂടാതെ ഇവരെ സംരക്ഷിക്കുന്നതിനിടയിൽ ഈ കഥാപാത്രം നെഞ്ചത്ത് ഒരു മഴുവിന്റെ ഏറ് കൊണ്ട് മുറിവേൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇത് ഹനുമാൻ നെഞ്ചു പിളർന്ന് ശ്രീരാമനെയും സീതയും കാണിക്കുന്നതിന്റെ ഒരു റെഫറൻസ് ആണ്. കൂടാതെ ഈ കഥാപാത്രം മിക്കപ്പോഴും തീ എന്ന് പറയുന്നുണ്ട്. ലങ്കയ്ക്ക് മുഴുവൻ തീ പിടിച്ചിരിക്കുകയാണ്, തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് ഹനുമാൻ ലങ്കയിൽ തീ വെച്ച് നശിപ്പിച്ച കാര്യത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പോരെങ്കിൽ ഈ കഥാപാത്രത്തിന്റെ പേര് നോക്കിയാൽ ബന്ദാര എന്നാണ്. അത് ഹിന്ദിയിൽ ബന്ദർ എന്ന് കുരങ്ങ് എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. അതും ഈ കഥാപാത്രത്തെ ഹനുമാനുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ലക്ഷ്മണനിലേക്ക് വരാം. ഇവിടെ ആൻഡ്രൂസ് ആണ് ഈ ലക്ഷ്മണനായി വന്നിരിക്കുന്നത്. രാമായണത്തിൽ രാമന്റെയും സീതയുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ് ലക്ഷ്മണൻ. ഇതുപോലെ ഇവർ രണ്ടുപേരും ഈ ലങ്കയിലേക്ക് വരുമ്പോൾ ഇവരുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ആൻഡ്രൂസ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള രാമന്റെയും സീതയുടെയും കൂടെ സന്തത സഹചാരിയായിട്ടാണ് ഈ ഒരു ലക്ഷ്മണൻ എന്ന കഥാപാത്രം വനവാസത്തിനായി പോകുന്നത്. ഇതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ഇവരുടെ കൂടെ എപ്പോഴും ആൻഡ്രൂസ് എന്ന കഥാപാത്രത്തെയും കാണാം. ഇതുകൂടാതെ മറ്റൊരു വലിയ റെഫറൻസ് കൂടിയുണ്ട്. അതായത് ഒരു സീനിൽ ഈ അമൃത എന്ന കഥാപാത്രം ഒരു കാട്ടുമാന്റെയോ ഒരു മൃഗത്തെ കണ്ടുകൊണ്ട് പുറത്തേക്ക് പോവുകയും ഒരു പരിധിവരെ എത്തുന്ന സമയത്ത് ആൻഡ്രൂസിനെ കാണുകയും ആൻഡ്രൂസ് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കറിയാം രാമായണത്തിൽ മാരീചൻ ഒരു മാനായി വരികയും ഈ മാനിനെ പിടിക്കാനായി സീത രാമനോടും ലക്ഷ്മണനോടും പറയുകയും ഇവർ രണ്ടുപേരും മാന്റെ പുറകെ പോവുകയും ഈ സമയം സീത സേഫ് ആയിരിക്കാൻ വേണ്ടി ലക്ഷ്മണൻ ഒരു രേഖ വരയ്ക്കുകയും ഇത് മറികടക്കരുതെന്ന് പറയുകയും പിന്നീട് സീത ഇത് മറികടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത്. സോ ഇവിടെ അങ്ങനെ സീത പുറത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഈ ലക്ഷ്മണനായിട്ടുള്ള ആൻഡ്രൂസ് സീതയെ കണ്ടുകൊണ്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് ആ ലക്ഷ്മണ രേഖയുടെ അതിർത്തിക്ക് പുറത്തേക്ക് പോകാതെ ആൻഡ്രൂസ് വിളിച്ചുകൊണ്ട് തിരിച്ച് അകത്തേക്ക് തന്നെ വരുന്നത്. ഇനിയുള്ളത് രാവണനാണ്. രാവണ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയല്ല, പകരം ഒരു കൂട്ടം ആളുകളെയാണ്. അതായത് രാമായണത്തിൽ രാവണന് 10 തലകളുണ്ടെന്നാണ് പറയുന്നത്. സഹസ്ര രാവണനാണെങ്കിൽ 1000 തലകളുണ്ടെന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ കാണിക്കുന്നതിനായിട്ടാണ് ഒരു കൂട്ടം ആളുകളെ ഈ രാവണന്മാരായി കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് സീതയെ രാമായണത്തിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ കുറെ ആളുകൾ വന്നുകൊണ്ടാണ് അവിടെ നിന്നും ഇവരുടെ പല സാധനങ്ങളും അടിച്ചുകൊണ്ടു പോകുന്നത്. കൂടാതെ ഇങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് അവസാനം ഇവർക്കെതിരെ ആക്രമണത്തിനായി വരുന്നത്. അതുപോലെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതും പ്രതികാരം ചെയ്യുന്നതായിട്ടെല്ലാം കാണിക്കുന്നത് തന്റെ സഹോദരിയെ മുറിവേൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഈ ഒരു കൂട്ടം ആളുകൾ ഇവർക്കെതിരെ ആക്രമണത്തിനായി വരുന്നത് തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കേശവെന്ന കഥാപാത്രം തെറ്റിദ്ധരിച്ചുകൊണ്ട് സാക്ഷി പറയുകയും അങ്ങനെ അയാളുടെ മരണത്തിന് ഇടയായതുമാണ്. അതോടൊപ്പം തന്നെ രാവണൻ സീതയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ഒരിക്കലും രാവണൻ സീതയെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് കഥകളിൽ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് അവസാനം രാവണന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഇവരെ ആക്രമിക്കാനായി വരുന്നുണ്ടെങ്കിലും അവിടെ കേശവും അമൃതയും തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും കേശവനെ മാത്രമാണ് ഇവർ കല്ലെറിയുന്നതായിട്ട് കാണിക്കുന്നത്. തൊട്ടു പുറകിൽ നിൽക്കുന്ന അമൃതയുടെ ദേഹത്തേക്ക് അമൃതയുടെ നേരെ ഒരു കല്ല് പോലും അവർ എറിയുന്നില്ല. രാവണന്മാർ സീതയെ ഉപദ്രവിക്കുന്നില്ല എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ തട്ടിയെടുത്തിട്ടുള്ളതും ഇവർക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നതുമായിട്ടുള്ള ലങ്കയിലെ ആളുകളെ എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് രാവണൻ എന്നിവിടെ കാണിച്ചിരിക്കുന്നത്.
മറ്റൊരു രസകരമായിട്ടുള്ള കഥാപാത്രമാണ് ശ്രീ. ഈ കഥാപാത്രവും ഏകദേശം ശ്രീരാമനെ പോലെയാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിലെ നായകനായിട്ട് വരുന്ന റോഷൻ മാത്യൂസിന്റെ കഥാപാത്രമാണ് സീതയുടെ കൂടെ വരുന്ന ശ്രീരാമനായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ ഇവരെ ആക്രമിക്കാൻ വരുന്ന ആളുകൾ ലങ്കയിലെ രാവണന്മാരുമാണ്. എന്നാൽ ഈ കഥയിൽ ഈ ശ്രീരാമനായിട്ട് വരുന്ന കേശവ എന്ന കഥാപാത്രത്തിന് നെഗറ്റീവ് ഷെയ്ഡുകളാണ് കൊടുത്തിരിക്കുന്നത്. മറിച്ച് ഇവരെ ആക്രമിക്കാനായിട്ട് വരുന്ന ആളുകൾക്ക്, ആ രാവണന്മാർക്ക് പോസിറ്റീവ് സൈഡുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ആക്രമിക്കാൻ വരുന്ന ആളുകളെ പോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന ഒരു കഥാപാത്രമാണ്, പോലീസ് പിടിച്ച് തല്ലുന്ന ഒരു കഥാപാത്രമാണ് ഈ ശ്രീയും. സോ ഈ ശ്രീയും മറ്റുള്ളവരെ പോലെ തന്നെ രാവണന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് വരുന്നത്. എന്നിരുന്നാലും ഇയാൾ റോഷൻ മാത്യൂസിന്റെ കഥാപാത്രത്തിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആണെന്ന് കാണാം. റോഷൻ മാത്യൂസിന്റെ കഥാപാത്രം രാമനായിട്ടാണ് വരുന്നതെങ്കിലും രാവണന്റെ സ്വഭാവം പോലെ മാംസമെല്ലാം ഭക്ഷിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശ്രീ എന്ന കഥാപാത്രം മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും അതിനെ ഭക്ഷിക്കുന്നില്ല. കാരണം ശ്രീരാമൻ മൃഗങ്ങളെ വേട്ടയായിരുന്നു. യുദ്ധവും മറ്റും ചെയ്യുന്നത് കൊണ്ട് തന്നെ വേട്ട ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ മൃഗങ്ങളെ ഭക്ഷിക്കില്ല, വെജിറ്റേറിയൻ ആയിരുന്നു. ഈ കഥാപാത്രവും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് മൃഗങ്ങളെ വേട്ടയാടുന്നതെന്നും എന്നാൽ അതൊന്നും ഭക്ഷിക്കില്ല എന്നും പറയുന്നുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞ ആൻഡ്രോ എന്ന കഥാപാത്രവും ലക്ഷ്മണനെ പോലെ ആയതുകൊണ്ട് അയാളും ആദ്യം കേശവ് വെടിയിറച്ചിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അയാൾക്കും അതിൽ ബുദ്ധിമുട്ടുണ്ട്, അതിൽ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ശ്രീ എന്ന കഥാപാത്രം രാവണന്മാരുടെ കൂടെ വരുന്നതാണ്. ലങ്കയിലുള്ള ആളാണെങ്കിൽ പോലും അയാൾക്ക് രാമന്റെ സ്വഭാവവും മറിച്ച് ശ്രീരാമനായിട്ടുള്ള കേശവ എന്ന കഥാപാത്രത്തിന് രാവണന്റെ സ്വഭാവമായിട്ടാണ് കാണിക്കുന്നത്. സോ സിനിമയുടെ ബേസിക് തീമിലൂടെ പറയുന്നത്, ചിത്രത്തിന്റെ ഇടയ്ക്ക് ദർശനയുടെ കഥാപാത്രം പറയുന്നത് പോലെ ഓരോരുത്തരും അവർക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നത് പോലെ അവർക്ക് ബെറ്റർ എന്ന് തോന്നുന്ന രീതിയിൽ ഓരോരോ രാമായണ കഥകൾ ഉണ്ടാക്കി എന്നതുപോലെ അമൃത എന്ന അല്ലെങ്കിൽ സീതയുടെ റെഫറൻസുകൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കഥാപാത്രം തൻ്റെ ഭർത്താവായിട്ട് വരുന്ന രാമനിൽ ഒരുപാട് നെഗറ്റീവ് സ്വഭാവങ്ങളുണ്ടെന്നും എതിരെ നിൽക്കുന്ന രാവണന്മാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും മനസ്സിലാക്കി ശ്രീരാമനായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ കൊന്നുകൊണ്ട് അത്തരത്തിൽ തൻ്റെ കാഴ്ചപ്പാടുകളിലൂടെയുള്ള സീത രാമനെ കൊന്നുകൊണ്ട് രാവണനെ രക്ഷിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അവസാനിക്കുന്ന ഒരു പുതിയ രാമായണ കഥ കൂടി താൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന രീതിയിലാണ് ഈ ഒരു കഥാപാത്രത്തിലൂടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.